നമസ്കാരം, ആർജിയാണ്. നമ്മൾ ആലുവ ഇറങ്ങി പ്രാവശ്യം. ശരി, നമ്മള് നോർത്ത് ഇറങ്ങില്ല. കാരണം ഇവിടെ നമുക്ക് വരാപ്പുഴ വണ്ടി കിട്ടും. അതാകുമ്പോൾ കൊങ്ങർപ്പള്ളിയിൽ ഇറങ്ങാൻ സുഖമായിട്ട്. ആ ഒരു പ്ലാൻ നമ്മൾ ആലുവ ഇറങ്ങിയത്. മറ്റേത് 2 ദിവസം മാറിപ്പോണം. അങ്ങനെയാണെങ്കിൽ ഇതാകുമ്പോൾ 1 ദിവസം മതിയാവും. ബസ് കാശ് ലാഭിക്കാണ്ട് നമ്മൾ ആലുവയിൽ ഇറങ്ങി പോയി നോക്കാം. ഇഷ്ടം ബ്ലോഗ് എടുത്തോണ്ടിരിക്കാം. നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള പ്ലാൻ ചെയ്യാം. ഞാൻ ആലുവയിൽ ഇറങ്ങിയിട്ട് കുറെ കാലമായി കഴിച്ചു. ആലുവയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തായാലും കുറെ ആവശ്യം വീണ്ടും ആലുവയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പെട്ടെന്ന് പോകാൻ ബസ്സിൽ ഡയറക്റ്റ് ബസ് കിട്ടും. നോക്കാം, പോയി നോക്കാം. നമുക്ക് ആലുവൊക്കെ നല്ല തിരക്കുണ്ട് കഴിച്ചു. ഇവിടെ എപ്പോഴും തിരക്കുണ്ടാവും. പിന്നെ ബംഗാളികളുടെ വേറെ ലെവലിൽ സ്ഥലമാണ് ആലുവ. എപ്പോഴും നിറച്ചും ബംഗാളികളുണ്ടാവും. അതാണ് കാര്യം. നമുക്കെന്തായാലും KSRTC സ്റ്റാൻഡിന്റെ ആ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ബസ് കിട്ടും. KSRTC ബസ് എല്ലാം പ്രൈവറ്റ് ബസ്സാണ്. പക്ഷെ KSRTC സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ സ്റ്റോപ്പ് ഉണ്ട്. ആ പച്ച ബസ്സിൽ നിൽക്കുന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകണം. അവിടെയാണ് നമുക്ക് നിർത്താൻ വണ്ടി പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇനി ബസ് വരണം. ഇത് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഇവിടെ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പാണ്. ഇവിടെ നമുക്ക് വരാപ്പുഴ വണ്ടി കിട്ടും. വെയിറ്റ് ചെയ്യാൻ പെട്ടെന്ന് വരികയായിരിക്കും. കുറെ വണ്ടി വരുന്നുണ്ട്. നോക്കട്ടെ. നമുക്കെന്തായാലും പ്രൈവറ്റ് ബസ്സായിരിക്കും വരിക. അതിനോട് വെയിറ്റ് ചെയ്യാം. അതാകുമ്പോൾ സെറ്റാണല്ലോ നമുക്ക് പോകാനായിട്ട് കാലങ്ങളൊക്കെ. അപ്പോൾ വരാപ്പുഴ വണ്ടി വന്ന് നമുക്ക് വണ്ടി കയറാം. ഇത് ഒരുപാട് ദൂരം കയറ്റി കൊടുത്തു. അപ്പോൾ ഫൈനൽ കേസ് നമ്മൾ ബസ് കയറി നിശ്ചയിക്കുന്നത് വീട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട്. രണ്ടാൾക്കും അത് വിശന്നിട്ട് കുടല് കയറുന്നു. വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ കഴിച്ചു. അതാണ് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. എന്നാലും എന്തെങ്കിലുമൊക്കെ ഫുഡ് വീട്ടിലുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ മാവുണ്ടാവും. എടുത്ത് ദോശ കഴിക്കാം. അല്ല നിശ്ചയം. അതാണ് നമ്മുടെ പ്ലാൻ. വീട്ടിൽ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ. നമ്മൾ വീട്ടിൽ പറഞ്ഞില്ല വീട്ടിലേക്ക് വരുന്ന കാര്യം. അത് പറയാം കേട്ടോ. സർപ്രൈസ് ആണ്. നമ്മൾ വീട്ടിൽ പറയാതെ പോണത്. പോയി നോക്കട്ടെ. ആർജ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് എന്ത് ഫുഡാണെന്നുള്ളത് സത്യാവസ്ഥ ഇന്നറിയാം. അപ്പോൾ നമ്മൾ കൊങ്ങപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലെത്തി. നിശ്ചയ ഫ്രണ്ടിൽ പോകണം. ഞാൻ പെട്ടെന്ന് ഓടത്തെ സമയമായി. ഇരുട്ടായി തുടങ്ങി. വിശന്ന് കുടൽ എരിഞ്ഞു തുടങ്ങി. വീട്ടിൽ പോയാൽ ചോറും സാമ്പാറും ഉണ്ടെന്നൊക്കെ അനിയന്മാരെ ഞാൻ വിളിച്ചു ചോദിച്ചു. എന്താ വീട്ടിൽ കറി എന്നൊക്കെ. ചോറ് സാമ്പാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പോയി നോക്കട്ടെ എന്തായാലും.